നോർമലി നമ്മൾ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയുമ്പം ഒരു ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് അല്ലെങ്കിൽ IT റിലേറ്റഡ് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആ രീതിയിലുള്ളൊരു ചിന്താഗതികളാണ് ആളുകൾക്കുള്ളത്. പക്ഷേ നമ്മുടെ ടൂറിസം രംഗത്ത് എസ്പെഷ്യലി ആണെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം രംഗത്തൊക്കെ നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ഏരിയാസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലൊക്കെ മാറി. ഇപ്പോൾ ടൂറിസം രംഗത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ കേരളം സംബന്ധിച്ച് ഏത് രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ പറ്റും? ഒന്ന് അഡ്വഞ്ചർ ടൂറിസം. കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ഭയങ്കര സാധ്യതകളുള്ളതാണ്. നമുക്ക് എല്ലാത്തരം ഡൈവിങ് ചെയ്യാം, സ്കൈ ഡൈവിങ് ചെയ്യാം, സ്കൈ ഡൈവിങ് ചെയ്യാം, സ്കൂബ ചെയ്യാം. സ്കൂബ ഉണ്ട് ഇപ്പം തന്നെ. പിന്നെ കയാക്കിങ്, നമുക്ക് ഡീപ് സീ വാട്ടർ വേണമെങ്കിൽ ചെയ്യാം, ചെയ്യുന്നില്ല. പക്ഷേ എന്ത് കാണില്ല, മൗണ്ടനറിങ് ഇല്ല, പക്ഷേ ഹൈക്കിംഗ് ഉണ്ട്, ക്ലൈംബിംഗ് ഉണ്ട്, എവറിത്തിങ് ഈസ് ദെയർ. ബട്ട് നമുക്കതെല്ലാം ഒരു കറക്റ്റ് ഓർഡറിലേക്ക് ആക്കണം. നമുക്ക് അഡ്വഞ്ചർ കൈകാര്യം ചെയ്യാൻ സർക്കാർ സംവിധാനം ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കണം. ആൾക്കാരിലേക്ക് ഇത് കുറച്ചും കൂടി എത്തിക്കണം. മീൻസ് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ആൾക്കാർ പേടിച്ചാണ് കാണുന്നത്, എല്ലാം ഒരു പേടിയാണ്. അതൊക്കെ മാറ്റിയിട്ട് വിദേശീയരെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഭയമൊന്നുമില്ല. എല്ലാം ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ഒരു ഭയം കാണും, പിന്നെ അതൊരു ത്രില്ലിലേക്കാണ് പോകുന്നത്. ആ ഒരു ത്രില്ല് ഒരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തന്നെ എന്താ പറയുക, ഓരോ ദിവസവും പുതിയതായിട്ട് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ത്രില്ലിന് നമുക്ക് നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് തരാൻ പറ്റും. അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലോങ് ലൈഫ് തന്നെ തരാൻ പറ്റും. അങ്ങനെ നമുക്കൊരു മൊണോട്ടണസ് ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും യാത്രകൾ പറയുമ്പോൾ സാധാരണ ട്രക്കിംഗ്, ഹൈക്കിംഗ്, അതിനകത്ത് ഓക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ത്രില്ല് കാണും, പക്ഷെ അത് ഇതിൻ്റെ മീൻ ടൈം അത് നമ്മൾ പോകും. പക്ഷേ ഇതുപോലെയുള്ള പുതിയ പുതിയ അഡ്വഞ്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് നമുക്ക് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. കാരണം ഒരു കാര്യം ചെയ്ത് കുറച്ചാൾ കഴിയുമ്പം ആൾക്കാരത് മടുക്കും. അപ്പോൾ നമ്മൾ പുതിയത് കൊണ്ടുവരണം. അല്ല അതിനകത്ത് എന്തെങ്കിലും ഇന്നോവേറ്റ് ചെയ്തിട്ട് വിദേശ തായ്ലൻഡ് ആണെങ്കിലും ചൈനയാണെങ്കിലും അവർ വലിയ വലിയ അഡ്വഞ്ചർ പാർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ മലയുടെ മുകളിലോട്ട് വ്യത്യസ്തമായ തരത്തിലുള്ള എന്താ പറയുക സ്റ്റെപ്സൊക്കെ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ കൊതി കഴിയുമ്പോൾ അവർ വേറൊരു സാധനം ഉണ്ടാക്കും. അതുപോലെ നമുക്ക് അതിലാണ് ശരിക്കും ഇന്നോവേഷൻ വേണ്ടത്. ഇവിടെ പാർക്സ് ഉണ്ട്, ഒരുപാട് അഡ്വഞ്ചർ പാർക്സ് ഉണ്ട്. അതെല്ലാം ഒരേ രീതിയിലുള്ള പാർക്സ് ആണ്.